Welcome to our day 2 in Dubai in the second half of the day. ദുബായിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്ന ആ ഒരു ബുർജ് ഖലീഫ നമുക്ക് കാണാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. ആക്ച്വലി കുറച്ച് വെയിലൊക്കെ ഉണ്ട്. സമയം ഇസ് ജസ്റ്റ് 4:30, എന്നാലും നല്ല വെയിലും ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് കോൾഡ് ഓൾസോ. വളരെ നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ ബുർജ് ഖലീഫ ആൻഡ് ബുർജ് ഖലീഫയുടെ ചുറ്റുമുള്ള ദുബായ് മോൾ, അതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഹാഫിൻ്റെ ഐറ്റിനറി. സോ യാ, സീ യു ദേർ. ദുബായ് മോൾ അല്ലെങ്കിൽ ബുർജ് ഖലീഫ എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് മെട്രോ തന്നെയാണ്. അപ്പോൾ ദുബായ് മോൾ ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ദുബായ് മോളിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ദി മെട്രോ ലിങ്ക്. അപ്പോൾ നമ്മുടെ ലുലു മോൾ ടു എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ ബ്രിഡ്ജ് പോലെയാണിത്. ബട്ട് ഇതത്ര ചെറിയ ബ്രിഡ്ജൊന്നും അല്ല. ഇതിൻ്റെ ലെങ്ത് ഇസ് 820 മീറ്റേഴ്സ്. അപ്പോൾ കോയിൻസിഡൻ്റ് ആണോന്ന് അറിയില്ല, ബട്ട് ബുർജ് ഖലീഫയുടെ ലെങ്ത്തും ഏകദേശം 828 മീറ്റേഴ്സ് ആണ്. നടന്നെത്താൻ ഒരു 30 മിനിറ്റെങ്കിലും പിടിക്കും, പക്ഷേ മൊത്തം AC ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നടന്ന് ക്ഷീണിച്ചെത്തുമ്പോൾ ആദ്യം കാണുന്നത് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു മലയാളി ബേക്കറിയാണ്. അവിടെ നിന്ന് ഒരു ചായയും 2 കട്ട്ലറ്റും ഒക്കെ കഴിച്ചാൽ എല്ലാ ക്ഷീണവും അങ്ങ് മാറും. ഇതാണ് നമ്മുടെ ദുബായ് മോളിന്റെ ഉൾഭാഗം. എനിക്കൊന്ന് റംസാൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ലുലു മോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ലുലു മോൾ പോലെയൊക്കെ തന്നെ ഉണ്ട് ഏകദേശം. കൊള്ളാം, അടിപൊളി. നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് ബുർജ് ഖലീഫയിലേക്കാണ്. അപ്പോൾ ബുർജ് ഖലീഫയിലെ എൻട്രൻസ് ദുബായ് മോൾ വഴിയാണ്. അതെവിടെയാന്ന് കണ്ടുപിടിക്കണം, അതെനിക്കും അറിയില്ല. അറ്റ് ദ ടോപ്പ് ബുർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും സൈൻ ബോർഡ്സ് ഉണ്ടാവുന്നതാണ് നമ്മൾ കണ്ടത്, ബട്ട് നോക്കണം. മൊത്തത്തിൽ ഒരു നൈസ് വൈബാണ് ഇപ്പോൾ തോന്നണേ. എല്ലായിടത്തും റംസാനായിട്ട് ഇങ്ങനെ ക്രസൻറ്റും ഈ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ ഇവരുടെ ഫെസ്റ്റിവലിൻ്റെ ഒരു സിംബോളിസം ആണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഇങ്ങനെ ഒരു വലിയ ഷാൻലിയർ പോലെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ പറ്റും. കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പെരുന്നാളിൻ്റെ സമയത്ത് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മളിപ്പോൾ ദുബായ് മോളിൻ്റെ താഴത്തേക്ക്, അതായത് ബുർജ് ഖലീഫയുടെ ആ എൻട്രൻസ് തപ്പിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയേക്കണത്. അപ്പോൾ നൈസായിട്ട് ഇവിടെ ഓരോരുത്തരോട് വഴി ചോദിച്ചിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. 2 ലെവൽ താഴത്തേക്ക് ഇറങ്ങണം എന്നാണ് മനസ്സിലായത് ഞങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദുബായ് ഫൗണ്ടൻ, ദുബായ് അക്വേറിയം. അപ്പോൾ ബാക്കിയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ആക്ച്വലി അറ്റ് ദ ടോപ്പിലേക്കുള്ള ടിക്കറ്റും പിന്നെ അതിലേക്കുള്ള എൻട്രൻസാണ് നമുക്കിപ്പോൾ അറിയില്ലാത്തത്. പക്ഷേ ഈ വഴി നേരെ നടന്നാൽ ാണ് ഐഡിയലി. അങ്ങനെയാണ് കുറച്ച് നേരം മുമ്പ് ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഡിയോറിൻ്റെ ഒക്കെ ഒരു ഷോറൂം, ഇവരൊക്കെ മാർക്കറ്റിംഗ് ആണ് ഡിയോർ. ലൈക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫാഷൻ ബ്രാൻഡ്സ്. ഐ തിങ്ക് ഇറ്റ്സ് ബേസ്ഡ് ഔട്ട് ഓഫ് ഫ്രാൻസ് കണ്ടല്ലേ ഡിയോർ. എനിവേ അവരുടെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഡിയോറിൻ്റെ ഒരു ഷോറൂമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അറ്റ് ദ ടോപ്പിലേക്ക് എത്താനായിട്ട് ഞങ്ങളിപ്പോൾ LG ഫ്ലോറിലാണുള്ളത്. സോ നിങ്ങൾ എവിടെയും അറ്റ് ദ ടോപ്പിൻ്റെ സൈൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർഫോളിൻ്റെ സൈൻ ഫോളോ ചെയ്ത് വരാം. വാട്ടർഫോളിൻ്റെ ഓപ്പോസിറ്റ് താഴേക്ക് ഇറങ്ങുന്ന ഒരു എസ്കലേറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിൽ റീച്ച് LG ഫ്ലോർ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സൈൻ ബോർഡിൽ മൊത്തം അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫ സ്ട്രെയിറ്റ് ആണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരാം, വാട്ടർഫോൾ ഫോളോ ചെയ്ത് വാട്ടർഫോളിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് താഴെ ഇറങ്ങി വീണ്ടും നേരെ വരാം. ഓക്കെ. അങ്ങനെ ബുർജ് ഖലീഫയുടെ എൻട്രി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരത്ത് ദുബായ് ഫൗണ്ടൻ ഷോ കാണാനായിട്ട് ദുബായ് ഫൗണ്ടൻ്റെ അടുത്തേക്ക് പോയി. ഈ അറ്റ് ദ ടോപ്പിൻ്റെ അപ്പുറത്ത് തന്നെ ദുബായ് ഫൗണ്ടൻ എന്ന് പറഞ്ഞ് വലിയൊരു എൻട്രി കാണാൻ പറ്റും. അങ്ങോട്ട് പോയാൽ മതി. ഏറ്റവും ഹൈറ്റിൽ ഇവിടെ വാട്ടർ ഫൗണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ് ഫൗണ്ടൻ. അപ്പോൾ ഇത് ദുബായ് മോളിൽ നിന്ന് തന്നെ നേരെ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. ഇതിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെത്തും. എൻ്റെ അമ്മേ, ഐ തിങ്ക് ഇറ്റ്സ് സോ ക്രൗഡഡ്. വാട്ട് ദ ഓക്കെ. സോ ഇതാണ് നമ്മുടെ ദുബായ് മോളിൻ്റെ പുറകുവശം. ഇറ്റ്സ് സോ ക്രൗഡഡ്. ഇതിൻ്റെ ഉള്ളിലാണ് ഫൗണ്ടൻ ഷോ നടക്കാൻ പോകുന്നത്. ഫൗണ്ടൻ ഷോ ഹാപ്പൻസ് എവ്രി ഹാഫ് ആൻ അവർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും സ്പോട്ട് പിടിക്കണം ഫൗണ്ടൻ ഷോ മുമ്പിൽ നിന്ന് കാണാനായിട്ട്.
ദാറ്റ് വാസ് ക്വയർ എ ഷോ. എന്ത് രസമായിരുന്നു കാണാനായിട്ട്. നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് ബുർജ് ഖലീഫ. ദുബായ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബുർജ് ഖലീഫ ആയിരിക്കും. ബട്ട് ഈ ബുർജ് ഖലീഫയുടെ ഉള്ളിൽ എന്താ, അല്ലെങ്കിൽ ബുർജ് ഖലീഫ എന്താ, ആ ചില ഫാക്ട്സ് ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ലായിരിക്കും. സോ ലെറ്റ് മീ ടെൽ യു സം ഫാക്ട്സ് അബൌട്ട് ബുർജ് ഖലീഫ. 822 meters ആണ് ഇതിൻ്റെ ഉയരം ആൻഡ് 163 floors ഉണ്ട് ഈ ബുർജ് ഖലീഫയ്ക്ക്. അതായത് നമ്മൾ അറ്റം നോക്കിയാൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ഹൈറ്റാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 20 to 108 floor വരെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓൺ ചെയ്യുന്ന താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സ്. ഏകദേശം 900 ലക്ഷറി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ ഉള്ളത്. ആൻഡ് ഇതിനുള്ളിൽ ഇപ്പോൾ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമല്ല മറ്റു പല സാധനങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു 5-star ഹോട്ടൽ ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ജർമാനി ഹോട്ടൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ലക്ഷറി ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്. പിന്നെ ഇതിനുള്ള ഓഫീസ് സ്പേസസ് ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഒബ്സർവേറ്ററീസ് ഉണ്ട് വെർ വി ക്യാൻ ഗോ ആൻഡ് വി ക്യാൻ ഗെറ്റ് ദ ബെസ്റ്റ് വ്യൂസ് ഓഫ് ദുബായ്. ഇത്രയും സംഭവങ്ങളൊക്കെ ഒരുമിച്ചുള്ളൊരു സാധനമാണ് ഈ ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. ഈ ബുർജ് ഖലീഫയുടെ പണി തുടങ്ങിയത് 2004-ലാണ്, പക്ഷെ പണി തീർന്നത് 2010-ലാണ്. അതായത് ഈ ഡൗൺ ടൗൺ ദുബായ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് ഓപ്പൺ ആക്കിയത്. ആൻഡ് ഇതിന്റെ പേര് ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇത് പണി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എല്ലായിടത്തും ഈമാർ പ്രോപ്പർട്ടീസ് നിങ്ങൾ എഴുതി വരുന്നത് കാണാറില്ലേ, അത് നമ്മുടെ ബുർജ് ഖലീഫയുടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിന്റെ പേരാണ്. അപ്പോൾ അവർക്ക് കുറച്ച് പണിതുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ അന്നത്തെ റൂളറായിരുന്ന ഷെയ്ഖ് ഖലീഫ ഇവരെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് UAE ഹെൽപ്പ് ബിൽഡ് ദിസ് ബുർജ് ഖലീഫ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഖലീഫയുടെ പേരിട്ടിട്ട് ഇതിനെ ബുർജ് ഖലീഫ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ ഇതുപോലെ ബുർജ് ദുബൈ ആയിരുന്നു ഇതിൻ്റെ പേര്. ആൻഡ് ബുർജ് ഖലീഫ നമ്മൾ ഇന്ന് താഴേന്ന് മാത്രമല്ല കാണാൻ പോകുന്നത്, വി ആർ ആക്ച്വലി ഗോയിങ് ടു ഗോ ടു ദി ടോപ്പ്. ആൻഡ് നമ്മൾ അവിടെ നിന്നാണ് ഇന്ന് ബുർജ് ഖലീഫ എന്ന് ഉള്ള വ്യൂവും എല്ലാം ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ബുർജ് ഖലീഫയിൽ കയറാനുള്ള ക്യൂവിലാണ് നിൽക്കുന്നത്. സോ അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ റൈറ്റ് സൈഡിലെ. നമ്മൾ ഫിസിക്കൽ ടിക്കറ്റ്, നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിരുന്നു, ബട്ട് സ്റ്റിൽ ഇവിടെ വന്നിട്ട് ഫിസിക്കൽ ടിക്കറ്റ്സ് കളക്ട് ചെയ്യണം. അപ്പം അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ക്യൂവിൽ നിൽക്കണം. നമ്മുടെ ക്യൂവിൻ്റെ മുമ്പിൽ ഒരു 100 ആൾക്കാരുണ്ടാവും. ഇത് എത്ര ടൈം ക്യൂവിൽ നിൽക്കേണ്ടി വരുമെന്ന് അറിയില്ല. സോ യാ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബുർജ് ഖലീഫയുടെ ലിഫ്റ്റിനുള്ളിലാണ്. അതായത് ഈ എലിവേറ്ററിന് കുറേ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് എലിവേറ്റർ ഇൻ ദ വേൾഡ്. അതായത് ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 meters/second ആണ്. 0 to 123rd floor വരെ, അവിടെയാണ് നമ്മുടെ ഒബ്സർവേറ്ററി. ഈ 123 floors ഇതിന് 1 minute കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇമാജിൻ, ഈ നമ്പേഴ്സ് ഈ പോകുന്നത് നമ്മുടെ ഫ്ലോറിൻ്റെ കൗണ്ടാണ്. എത്ര സ്പീഡിലാണ് അത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ഫാസ്റ്റ് ഫോർവേഡ് വീഡിയോ ഒന്നും അല്ല. ആൻഡ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദി ലോങ്കസ്റ്റ് സിംഗിൾ എലിവേറ്റർ ട്രാവൽ ഡിസ്റ്റൻസ്. അതായത് ഇത്രയും ദൂരം ഒറ്റയടിക്ക് പോകുന്ന ഒരു എലിവേറ്റർ ലോകത്ത് വേറെ ഇല്ല. ഓ മൈ ഗോഡ്, ഇത് അറ്റ്മോസ്ഫിയറിൽ ഇതാണല്ലോ. നമ്മളങ്ങോട്ടാണ്. ഇപ്പോൾ നമ്മൾ 123rd floorലാണ്. 123rd floorലാണ്. ഓ, ചെവിയൊക്കെ അടഞ്ഞു, ഭയങ്കര സ്പീഡിൽ വന്നിട്ട്. ഇനി ഒരു എലിവേറ്റർ കൂടെ എടുക്കണം 124th and 5th ഫ്ലോറിൽ പോകാൻ. സോ ഇതാണ് നമ്മുടെ വ്യൂ.
ആൻഡ് ദിസ് വ്യൂ ഇസ് ലിറ്ററലി ഇൻസെയിൻ. ഞങ്ങളൊരു 1.5-2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഇവിടെ കയറിയത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ഇത്രയും ഹൈറ്റിൽ നമുക്ക് ഈ ദുബായ് സിറ്റി മൊത്തം നമുക്ക് കാണാം. ആൻഡ് ഫുൾ 360 ഡിഗ്രിയിൽ നമുക്കിത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ ആയിരുന്നു, നമ്മൾ നടന്നിരുന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ താഴെ റോഡൊക്കെ ലൈക്ക് വളരെ വളരെ ചെറുതാണ്. അങ്ങനെ ഞങ്ങൾ വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിങ്ങിൽ നിന്ന് ഉള്ള വ്യൂ കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങി. സോ ഇത് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ വാൾസിൽ ബുർജ് ഖലീഫയുടെ ഓരോരോ ദിവസത്തെ അക്കംപ്ലിഷ്മെൻറ്റ്സ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഡേ 565 ഐ ഗെസ്. സെപ്റ്റംബർ 2007 അവർ ലെവൽ 150 കംപ്ലീറ്റ് ചെയ്തു. അവർ ലെവൽ 150 കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർ CN ടവർ കാനഡ 553 മീറ്റേഴ്സ്, അതായിരുന്നു വേൾഡ്സ് ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ കഴിഞ്ഞൊരു 34 വർഷമായിട്ട്. അതിന് ഓവർകം ചെയ്തു. വീണ്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഏപ്രിൽ 2008 ഇവിടെ എന്താ സംഭവിച്ചത്? ഹയസ്റ്റ് മാൻമെയ്ഡ് പോയിന്റ് ഓൺ എർത്ത് ആയി. ഓക്കെ, പമ്പിംഗ് കോൺക്രീറ്റ് ഓഫ് 606 meters ഈസ് എൻ അൺപാരലൽഡ് അക്കംപ്ലിഷ്മെന്റ്. അപ്പോൾ ഓരോ ഇവരുടെ മൈൽ സ്റ്റോൺസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഇവരിങ്ങനെ വാളിൽ പ്രിന്റ് ചെയ്ത് ഫുൾ സ്റ്റോറി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവര്. സോ ഇവിടെ ക്യൂ നിൽക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് മേ ബി യു ഷുഡ് കം ഏർലി ഇൻ ദ മോർണിംഗ്. ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. ബട്ട് ദെൻ നൈറ്റ് വ്യൂ കിട്ടണമെങ്കിൽ ഈ ടൈമിൽ വന്നേ പറ്റൂ. ബട്ട് നിങ്ങൾക്ക് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡിൽ കയറി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. അതായത് കാണാൻ അടിപൊളിയായിരുന്നു. ബട്ട് നമ്മൾ ഫോണിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ എഫക്റ്റ് ഒന്നും കിട്ടണില്ല. നേരിട്ട് കാണാൻ വേറെ ലെവലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ടൈം ഉണ്ടെങ്കിൽ ഡോണ്ട് മിസ് ദിസ് എക്സ്പീരിയൻസ്. നമ്മളിപ്പോ ഇതേ പുറത്തേക്ക് നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബുർജ് ഖലീഫ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മളിനി ദുബായ് മോളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോവും. ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യും. We are dead tired and we'll see you tomorrow in tomorrow's vlog. Stay tuned.